ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും പതിവ് പോലെ ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ വന്നിക്കണേ. ഇന്ന് നമുക്ക് ചപ്പാത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. ഇന്നേ ദിവസം തലേ ദിവസം വൈകുന്നേരം ഞാൻ ഈ പരത്തി സെറ്റാക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് സെറ്റായിട്ട് ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ എന്താ പറയുക, ഞാനിതിലേക്ക് ഒരു മിക്സഡ് വെജിറ്റബിൾ കറിയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കടല, പിന്നെ കുറച്ച് കിഴങ്ങ്, ഉള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ നല്ല ബോൾസായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, കൂട്ടാനൊക്കെ റെഡിയാക്കാം കേട്ടോ. അപ്പം അരി അടുപ്പത്ത് ഇടുന്നുണ്ട്, വെള്ളമൊക്കെ തളിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി മത്തൻ്റെ കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താളും കപ്പയും മത്തനും കൂട്ടിയിട്ട് ചെറിയൊരു കൂട്ടാനും കൂടി പടുകൂട്ടാനാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ താളിടുമ്പോൾ. ഇന്ന് ലഞ്ചിനുള്ള ആൾക്കാരാണ് കേട്ടത്. അപ്പോൾ ഉണക്കമീനാണെന്ന് നമുക്ക് കേട്ടോ. മത്തൻ്റെ തോല് കളിയുണ്ടല്ലോ അമ്മ, അങ്ങനെ പൂത്തത്തിൻ്റെ കളിയോ? അല്ല, ഇത് പച്ചയാണ്, പക്ഷെ കളറ് കണ്ട പൂത്ത് കൊടുക്കുന്നു. ഇത് കൂട്ടാൻ്റെ. അപ്പോൾ നമ്മൾ മത്തൻ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കും. മത്തത്തിന്മേന്നൊരു പീസ് എടുത്തിട്ടുണ്ട്, കുറച്ച് താളും ഒരു കപ്പ കഷ്ണം എടുത്തിട്ടൊരു പടുകൂട്ടാനും ഉണ്ടാക്കും കേട്ടോ. പടുകൂട്ടാൻ ഉമ്മാക്ക് കഞ്ഞിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, 10 മണി കഞ്ഞീൻ്റെ കൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇന്ന് ഉണക്കമീനാണ് കേട്ടോ. ഇന്ന് നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉണക്കമീൻ പൊരിച്ചതാണ് കേട്ടോ. ഇന്ന് പച്ചമീനൊന്നും വന്നിട്ടില്ല കേട്ടോ ഈ വഴിക്ക്. നേരെ വൈകി വരിക ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ നേരെ വൈകിട്ടാണ് വരിക. ഇക്കോലത്തെ കൂട്ടാൻ പടുകൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ, ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇറച്ചിയും മീനും ചിക്കനും ഒന്നും വേണ്ട കേട്ടോ. ഞാനേതായാലും ഈ ഒരു എന്താ പറയുക, മത്തൻ്റെ ഈ കുരുല്ലേ ഇത് ഒഴിവാക്കണില്ല കേട്ടോ. ഇത് കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. കുരു നന്നായിട്ട് മൂത്തിക്കണം. അപ്പോൾ ഞാൻ കുഞ്ഞൂന് ഒന്ന് എണീറ്റ് വരുമ്പോൾ ഇത് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ത്രില്ലായിക്കാരം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കാഷ്യനട്ടും എള്ളൊക്കെ ചേർത്തിട്ടൊന്ന് ഓനക്ക് കൊടുക്കാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമല്ലേ ഉപ്പൊക്കെ ഇട്ട് തിന്നുമ്പോൾ. പിന്നെ ഞാൻ കട്ട് ചെയ്യാനുള്ളതും ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുക കേട്ടോ. എന്നാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ. വേസ്റ്റൊക്കെ ഒരു പാത്രത്തിൽ തന്നെ ഇടും ചെയ്യാം. വേസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേസ്റ്റുകളൊക്കെ
ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീനായി നിൽക്കും. മറ്റേ നന്നായിട്ട് ഇങ്ങോട്ട് പരന്ന് ആകെ ആവൂലേ. അപ്പോൾ ഇതിപ്പോൾ എല്ലാ ക്ലീനിങ്ങും ഈ കട്ടയിലും ഒക്കെ കഴിഞ്ഞിട്ട് റെഡി ആകുമ്പം നല്ലൊരു നീറ്റായിട്ട് കിട്ടും കേട്ടോ എപ്പോഴും. പിന്നെ ഉണക്കമീനിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇളം ചൂടുവെള്ളം കഞ്ഞിൻ്റെ വെള്ളമല്ലേ ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വെക്കും കേട്ടോ. നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ആയതുകൊണ്ട് 2-3 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീനായി അതിൻ്റെ കേടുമൊക്കെ പോയി കിട്ടും കേട്ടോ. എന്നൊക്കെയാണ് പറയുന്നത്, നമ്മളങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കുറച്ച് കറിവേപ്പിലയും ഇങ്ങനത്തെ കാന്താരി മുളകും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അധികം എരിവില്ല, നല്ലൊരു ഫ്ലേവറാണ് ഈ മുളകിന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു താളും കപ്പയും മത്തനും അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഞാൻ. അപ്പോൾ നമ്മളവിടെയൊക്കെ കൗണ്ടർ ടോപ്പും നമ്മളെ അടുപ്പും ഒക്കെ സെറ്റായിട്ട് ഇങ്ങനെ ക്ലീനായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് പണികൾ ഒഴിഞ്ഞ മാതിരി തോന്നും കേട്ടോ. അങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ഉണക്കമീനൊന്ന് ക്ലീനാക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചും 10 മണി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓരോന്നും ചെയ്യുമ്പോൾ അപ്പം തന്നെ ക്ലീനാക്കി ഇടുകയാണെങ്കിൽ അങ്ങനെ നിറഞ്ഞ് നിൽക്കില്ല. നമുക്ക് ഓരോ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാനും പറ്റും. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് തന്ന കറിവേപ്പില. ഞാൻ അതുപോലെ ഇങ്ങനെ ഒരു ക്ലീൻ റബ്ബർ വെച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു തണ്ടൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യത്തിനെടുത്ത് ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് മത്തൻ കറി അപ്പോഴത്തേന് സെറ്റായിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇടുമ്പോഴാണ് മത്തൻ്റെ കറിക്ക് ടേസ്റ്റ് കൂടുക കേട്ടോ. കറിവേപ്പിലയും കടുകും ഇട്ടിട്ടുണ്ട്. അപ്പോൾ മത്തൻ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ഉണക്കമീൻക്ക് ഇത് മറിച്ചിട്ടതിന് ശേഷം തിരിച്ച് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കാന്താരി മുളകില്ലേ, അധികം എരിവില്ലാത്ത ആ ഒരു മുളകും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അപ്പോൾ വെളുത്തുള്ളി തൊളിച്ചെടുക്കാൻ മടിയായതുകൊണ്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ലഞ്ചിന്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇനി കൂട്ടാനൊന്ന് ഈ ഒരു കോലുകൊണ്ടൊന്ന് ഉടച്ചെടുക്കും കേട്ടോ. ഇതിന് ഞങ്ങൾ മന്ദം കോല് എന്നാണ് പറയുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് സെറ്റ്. ഇനി കുഞ്ഞൂനില്ല എന്താ പറയുക, ഇതൊന്ന് വറുത്തെടുക്കാം. ഈ എള്ളൊക്കെ അതുപോലെ വറുത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടായ ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ ആകെ തെറിച്ച് എള്ള് കാണൂല കേട്ടോ പാത്രത്തിൽ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അടച്ച് വെച്ചാൽ മതി. എന്നാൽ പിന്നെ അങ്ങനെ മൊരിഞ്ഞ് കിട്ടും ചെയ്യും. അല്ലെങ്കിൽ ചൂട് തട്ടുമ്പോഴത്തേന് തന്നെ അത് എത്തേണ്ടി കൊടുത്ത് എത്തും. ഏതായാലും നമ്മളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുഞ്ഞൂനൊരു ത്രില്ലാകാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കൊടുക്കാൻ കേട്ടോ. എന്താണ് എന്താ എന്താണ് എന്ത്? അപ്പോൾ ചോറും കൂട്ടാനൊക്കെ ആയിട്ടോ. ഇനി നമുക്ക് നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് ഉണ്ടായിന്, ഇതൊന്ന് ഉണക്കിയാൽ
ഇത് ഗോതമ്പ് പൊടി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കാനായിട്ട്. വെള്ളമൊക്കെ വാർത്ത് വെച്ച് കഴുകി ക്ലീനാക്കി ഗോതമ്പ് ഒന്ന് ഉണക്കാനിട്ടപ്പോൾക്ക് നമുക്ക് അയിലക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഫ്രഷ് അയിലക്കുട്ടികൾ. അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് എന്തായാലും ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉണക്കമീനൊക്കെ ഫ്രൈ ചെയ്തതല്ലേ, അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കറി വെക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കാമല്ലോ. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും വെള്ളത്തിലിട്ട്, അപ്പോൾക്ക് മീനിൻ്റെ ആണെങ്കിലും ചിക്കൻ്റെ ആണെങ്കിലും ഒക്കെ ചിറ്റൽ തീരൂലേ. അപ്പോൾ ഞാൻ അതുപോലെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കലാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും ചിക്കന് ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കഴുകി ക്ലീനാക്കി ഒന്ന് സെറ്റാക്കി വെക്കലാണ് കേട്ടോ. എന്നാലേ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് കഴുകിയിട്ടൊന്ന് വെക്കലാണ് കേട്ടോ. നമ്മളങ്ങനെ അധികം ഒന്നും കൊണ്ടുവരില്ല, നമ്മൾ അത്യാവശ്യത്തിനുള്ള ഇങ്ങനെ വാങ്ങി കുക്ക് ചെയ്യാൻ കേട്ടോ. അധികം നമ്മൾ പുറത്തുള്ള വെജിറ്റബിൾസൊന്നും അങ്ങനെ വാങ്ങലില്ല കേട്ടോ. മുരിങ്ങ, പപ്പായ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ചേഞ്ചിന് മാത്രമേ നമ്മൾ വെജിറ്റബിൾസ് കറി വെക്കാനൊക്കെ വാങ്ങലുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞി അടിച്ച് കുത്തിരിക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞി പിന്നെ ഞാൻ നോക്കിയിട്ടില്ല, വെറുതെ കഞ്ഞി അടിച്ച് വെയിറ്റ് കൂട്ടണ്ടെന്ന് കരുതിയിട്ട് ഞാൻ കരുതി നല്ല മധുരമുള്ള മൈസൂർ പഴം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 3 എടുത്തിട്ട് ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ തീർന്ന് ഇങ്ങനെ പഴം കഴിച്ച് കുറച്ച് നേരം കുത്തിർന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, ഷെയർ ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക. പിന്നെ ഇനി നമുക്ക് കുളിച്ച് ഫ്രഷായി നമ്മൾ ഫ്രീ ടൈമാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റുട്ടീന് കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈവനിങ് ടൈമായപ്പോൾ എല്ലാവർക്കും ഒരു കൊതി ഉണ്ട് കേട്ടോ, ബിരിയാണി കഴിക്കാനൊരു കൊതി, ഭയങ്കര പൂതി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ബീഫ് ഉണ്ടായി കേട്ടോ. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണി റെഡിയാക്കിട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനായതിലേറെയാണ് കേട്ടോ. ബിരിയാണി റെസിപ്പിയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിന് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഫ്രൈ ചെയ്ത കാഷ്നട്ടൊക്കെ അല്ലേ, എന്നെങ്ങനെ നോക്കിയപ്പോൾ ഞാനതിന് കുറച്ചെടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇനിയിപ്പോൾ എല്ലാവർക്കും കൊടുക്കും വേണ്ടേ. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഞാൻ ബിരിയാണി ഉണ്ടാക്കിട്ടോ. പിന്നെ പിറ്റേ ദിവസം കുറച്ച് ബാക്കി ഉണ്ടായാൽ അത് നമുക്ക് എന്ത് ചെയ്യാം, രാവിലെ ചായക്ക് ബിരിയാണി ചൂടാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വേഗം പോയിട്ട് എല്ലാവരും കൂടി കഴിക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.